ഇത് വളരെ സെൻസിറ്റീവ്, നിർമ്മാണാത്മകമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. കുട്ടികൾ അബദ്ധത്തിൽ മാതാപിതാക്കളുടെ ലൈംഗികപരമായ ഇടപെടൽ കാണാൻ ഇടവരുമ്പോൾ അതിന്റെ മാനസിക സ്വാധീനവും മാതാപിതാക്കളുടെ സമീപനവും. അബദ്ധത്തിൽ കണ്ട കാഴ്ച കുട്ടികളുടെ മനസ്സിൽ അമാനുഷിക സ്വാധീനമാകുമോ? നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലരെയും സംശയത്തിലാഴ്ത്തുന്ന പക്ഷേ പറയേണ്ടതുമായ ഒരു വിഷയമാണ്. പല കുട്ടികളും അറിയാതെ ഒരിക്കലല്ലെങ്കിൽ പലതവണ മാതാപിതാക്കൾ ലൈംഗികമായി അടുത്തിടപഴകുന്നത് കാണാനിടവരാം. ഇത് ഒരപകടമല്ല, പക്ഷേ മാതാപിതാക്കളെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ലാത്ത ഒരു പ്രശ്നം മാത്രമാണ്. കുട്ടികളുടെ മനസ്സിൽ എന്ത് സംഭവിക്കുന്നു? ഒരു കുട്ടിക്ക് ഒരേ സമയം കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയാനും അർത്ഥമാക്കാനാവാതെയും ഉള്ളത് ചെറുപ്പത്തിലാണല്ലോ. പെൺകുട്ടിയാണെങ്കിൽ ഭയവും സംശയവുമാകാം. ആൺകുട്ടിയാണെങ്കിൽ അതിനെ കളിയാക്കലായി കാണാം. പക്ഷേ ഇരുവരുടെയും മനസ്സിൽ ഭംഗമായ ബന്ധം ഒരു പരിഭ്രമമായി മാറാറുണ്ട്. കൂടാതെ പലപ്പോഴും അവർക്ക് ഭയം, ദുഃഖം അല്ലെങ്കിൽ അവർക്കാണ് തെറ്റ് സംഭവിച്ചത് എന്ന തോന്നലുണ്ടാകാം. അമ്മയെയും അച്ഛനെയും എനിക്ക് കാണാൻ പാടില്ലാത്തത് കണ്ടുപോയി എന്ന കുറ്റബോധം കുട്ടികളെ ഉള്ളിലോട്ട് അടച്ചിടാൻ ഇടയാക്കും. മാതാപിതാക്കളുടെ പ്രതികരണവും സമീപനവുമാണ് പ്രധാനപ്പെട്ടത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളുടെ പ്രതികരണമാണ്. ചിലർ ഭയന്നാണ് നിലവിളിക്കുക, കുട്ടിയെ തല്ലുക, അവൻ എന്തിനാണ് കണ്ടത് എന്നറിഞ്ഞ് ആക്രോശിക്കുക. ഇതെല്ലാം ഏറ്റവും വലിയ പിഴവാണ്. അതുകൊണ്ട് അവൻ കണ്ടത് ഒരു ശിക്ഷയോഗ്യമായ കുറ്റമായി ആ കുട്ടിക്ക് മനസ്സിൽ തോന്നും. എന്താണ് വേണ്ടത്? ശാന്തതയും കരുതലുമാണ് വേണ്ടത്. അയാൾ അല്ലെങ്കിൽ അവൾ കാണാൻ പാടില്ലാത്തത് കണ്ടുപോയതാണ്, പക്ഷേ അതിൽ കുട്ടിയുടെ തെറ്റൊന്നുമില്ല. ഒരു പ്രായോഗിക ചിന്താശക്തിയുള്ള മാതാപിതാവായാൽ പറയേണ്ടത്, നീ കണ്ടത് അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹമാണ്, പക്ഷേ നീ ഇപ്പോൾ അതൊന്നും മനസ്സിലാക്കേണ്ട സമയമല്ല. നിനക്ക് കുഴപ്പമില്ല, നീ സുരക്ഷിത. ഇതോടുകൂടി കുട്ടിക്ക് അന്യായബോധമില്ലാതാകും. അവൻ ചോദ്യം ചെയ്താൽ പ്രായത്തിന് അനുയോജ്യമായ ഭാഷയിൽ വിശദീകരിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? 1. കിടക്ക പങ്കിടുമ്പോൾ സെൻസിറ്റീവ് ആകുക. 2. ബെഡ്റൂം ഡോർ ലോക്ക് ചെയ്യുക, പ്രത്യേകിച്ച് രാത്രിയിലോ അവിടെ ആക്ടിവിറ്റി ഉണ്ടാകുമ്പോഴോ. 3. കുട്ടികൾ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷമേ ലൈംഗിക ആകർഷണങ്ങൾ പങ്കിടാവൂ. 4. അങ്ങനെ സംഭവിച്ചാൽ അത് അപകടകരമായ സംഭവം എന്നതിലേക്കല്ല, ഒരു പഠനഘട്ടം എന്നതിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. മുൻകരുതലും പ്രതികരണ വൈദഗ്ധ്യവും മാതാപിതാക്കൾ കാണിച്ചാൽ കുട്ടികൾക്ക് അത് ആത്മവിശ്വാസവും മാനസിക സുരക്ഷിതത്വവും നൽകും. കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പേടിയില്ലാതെ അവരെ വളർത്തുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അവർ കണ്ടുപോയി എന്ന കാര്യം കുഴപ്പമല്ല, അതിന്റെ അർത്ഥം അവർക്ക് അറിയില്ല. പക്ഷേ അതിനെ നമുക്ക് സ്നേഹത്തോടെ തിരുത്താൻ കഴിയും. അഭിമാനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കാം. ഇത് നിങ്ങളുടെ പ്രശ്നമോ സമ്മർദ്ദമോ ആവേണ്ട. ഇത് നിങ്ങളുടെ പാഠവും പരിഷ്കാരവുമാവട്ടെ. നന്ദി. ശാന്തവും കരുതലുമുള്ള ജീവിതത്തിന് വേണ്ടി.